ഹായ്. ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വിട്ടുവീഴ്ചയും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമാണ്. അതിൽ നിന്ന് വരുന്ന ആൻസൈറ്റിയും ഒക്കെ അതിൻ്റെ നമ്മുടെ നല്ല മനസ്സിൻ്റെ പ്രതിഫലനം തന്നെയാണ് അല്ലേ? പക്ഷേ അത് പരിധി വിടാതെ നോക്കേണ്ടതും നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. സ്നേഹത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ അതിരുകൾ, നമ്മളുടെ കൂടെ നിൽക്കുന്നവരുടെ അതിരുകൾ നമുക്ക് ഭേദിക്കാനുള്ള അവകാശമില്ല. കുട്ടികൾ വളരുമ്പോൾ അവർ കുട്ടിപ്രായത്തിൽ നിന്ന് ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളുടെ എതിർപ്പുകൾ കൂടാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ആ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? അവിടെ നിന്നാണ് നമ്മുടെ താളപ്പിഴകൾ തുടങ്ങുന്നത്. അതുവരെ കുടുംബത്തിലും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഹസ്ബൻഡിനും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. പക്ഷേ കുട്ടികൾ നമ്മളോട് തിരിഞ്ഞു കഴിയുമ്പം അത് നമ്മളെ കൂടുതൽ തളർത്താനുള്ള ഒരു സന്ദർഭം വരും. പക്ഷേ ആ ഒരു സമയത്തും നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത്, നമ്മുടെ സ്നേഹവും നമ്മൾ കാണിക്കുന്ന എന്താണ് എന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവരോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കാം. നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും തോറും അവർക്കത് അതിൻ്റെ വില മനസ്സിലാവാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും കണ്ടും കേട്ടുമൊന്നും പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. അത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് വായിച്ചെടുക്കാൻ അതിനൊന്നും കഴിയണമെന്നില്ല. അതുകൊണ്ട് അതൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. സംസാരിച്ചതിന് ശേഷം അവർ ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. എവിടം തൊട്ടാണ്, എവിടെയാണ് നിങ്ങൾ ആ ഒരു ബോർഡർ വെക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതില്ലാതെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നതോറും പിന്നീട് നിങ്ങളെ പിടിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചു കിട്ടാൻ വളരെയധികം വിഷമമായിരിക്കും. അതൊരു സെൽഫിഷ്നെസ് ഒന്നുമല്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നല്ലൊരു ഹെൽത്തിയായ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കുറ്റപ്പെടുത്തിയും സങ്കടപ്പെട്ടും അല്ല ഒരു ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കേണ്ടത്. അത് നല്ല സന്തോഷത്തോടു കൂടിയും സെൽഫ് റെസ്പെക്റ്റോടും കൂടി തന്നെയാണ്. നമ്മളെ ആരും നമ്മളുടെ റെസ്പെക്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു റെസ്പെക്റ്റും സ്നേഹവും തോന്നണമെങ്കിൽ നമ്മളുടെ പ്രവർത്തികളിൽ നിന്നും നമ്മളെ സ്നേഹിക്കുന്നതിൽ നിന്നുമാണ് അത് ഉണ്ടാവുന്നത്. വേണ്ടത് വേണ്ട നേരത്തെ വേണ്ട പോലെ ചെയ്യാൻ അറിയുന്നതിലാണ് നമ്മുടെ വില, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവിരിക്കുന്നത്. അതില്ലാതെ കോരിച്ചൊരിയുന്നത് എത്ര തന്നെയാണെങ്കിലും അത് കിട്ടുന്നവന് ഒരിക്കലും ഒരു വില ഉണ്ടാവില്ല. വിതയ്ക്കുന്ന നമ്മൾക്ക് കൊയ്യാനുമുള്ള കഴിവുണ്ടാവണം. സ്വയം നിരാശയിൽ മുങ്ങി ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഓർക്കുക.